പാർലമെന്റിൽ അസാധാരണമായ രംഗങ്ങൾക്കാണ് കഴിഞ്ഞ ദിവസം സാക്ഷ്യം വഹിച്ചത്. രാജ്യം ചർച്ച ചെയ്യുന്ന പ്രധാനപ്പെട്ട പല വിഷയങ്ങളിലും കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെയും ആഭ്യന്തരമന്ത്രി അമിത് ഷായുടെയും മൗനവും അസാന്നിധ്യവും തുടരുന്നതിനിടെ പ്രതിപക്ഷം ശക്തമായ പ്രതിഷേധമാണ് ഉയർത്തിയത്. രാജ്യസഭാ സമ്മേളനം ആരംഭിച്ചതു മുതൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ സഭയിൽ എത്തുന്നില്ലെന്ന ആരോപണം ഇന്ത്യ സഖ്യത്തിലെ പ്രധാന പാർട്ടികൾ നിരന്തരമായി ഉന്നയിച്ചു വരുന്നു. ഈ പശ്ചാത്തലത്തിലാണ് പ്രതിപക്ഷത്തിന്റെ വികാരം ഉൾക്കൊണ്ട് സഭാധ്യക്ഷൻ കൂടിയായ ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ നേരിട്ട് ഇടപെട്ടത്. ആഭ്യന്തരമന്ത്രി അമിത് ഷായോട് സഭയിലേക്ക് വരാൻ പറയൂ, പ്രതിപക്ഷത്തിന്റെ ആവശ്യവും വികാരവും കേന്ദ്ര സർക്കാരിനെയും ആഭ്യന്തരമന്ത്രിയെയും അറിയിക്കുക എന്ന് അദ്ദേഹം പാർലമെന്ററി കാര്യ മന്ത്രി കിരൺ റിജിജുവിനോട് പരസ്യമായി നിർദ്ദേശിക്കുകയായിരുന്നു. പാർലമെന്റിന് അകത്തും പുറത്തും കേന്ദ്ര സർക്കാരിനെ ഒരുപോലെ സമ്മർദ്ദത്തിലാക്കുന്ന നിരവധി വിഷയങ്ങളാണ് പ്രതിപക്ഷം ഉയർത്തിക്കാട്ടുന്നത്. നീറ്റ് പരീക്ഷാ ക്രമക്കേടുകളിൽ വിദ്യാർത്ഥികൾക്കും രാജ്യത്തെ യുവാക്കൾക്കും പ്രതിഷേധമായി തെരുവിലിറങ്ങിയപ്പോൾ അവർക്ക് നേരെ അതിക്രമം അയച്ചുവിട്ട പോലീസ് നടപടിയാണ് സഭയിൽ പ്രധാനമായും ചർച്ച ചെയ്തത്. പ്രതിഷേധിച്ച വിദ്യാർത്ഥികൾക്ക് നേരെ പെല്ലറ്റ് ഗണ്ണുകൾ വരെ ഉപയോഗിച്ച് പോലീസ് അതിക്രമം നടത്തിയെന്ന ഗുരുതരമായ ആരോപണമാണ് പ്രതിപക്ഷം സഭയിൽ ഉന്നയിച്ചത്. ഡൽഹി പോലീസ് നേരിട്ട് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് കീഴിൽ വരുന്നതിനാൽ ഇതിൽ അമിത് ഷാ നേരിട്ട് മറുപടി പറയാനാണ് പ്രതിപക്ഷത്തിന്റെ മുഖ്യ ആവശ്യം. മണ്ഡല പുനർനിർണയം രാജ്യത്തെ സംസ്ഥാനങ്ങളുടെ പ്രാതിനിധ്യത്തെ ബാധിക്കുന്ന കാര്യത്തിൽ പ്രതിപക്ഷം വലിയ ആശങ്ക പ്രകടിപ്പിച്ചു. ഇത്രയും ഗൗരവമുള്ള വിഷയങ്ങൾ സഭയിൽ ചർച്ചയ്ക്ക് വരുമ്പോൾ ആഭ്യന്തരമന്ത്രി അമിത് ഷാ സഭയിൽ എത്താതിരിക്കുന്നത് ജനാധിപത്യപരമായ മര്യാദക്കേടാണെന്ന് നേതാക്കൾ ആരോപിച്ചു. സഭയിൽ മല്ലികാർജുൻ ഖാർഗെയും പാർലമെന്ററി കാര്യ മന്ത്രി കിരൺ റിജിജുവും തമ്മിൽ രൂക്ഷമായ വാക്കുപോരും അരങ്ങേറി. സഭയിൽ ഏത് മന്ത്രി എത്തി മറുപടി പറയണമെന്ന് പ്രതിപക്ഷ നേതാവിന് നിർദ്ദേശിക്കാൻ കഴിയില്ലെന്നു കിരൺ റിജിജുവിന്റെ പ്രതിരോധം. ചട്ടങ്ങൾ ചൂണ്ടിക്കാട്ടി പ്രതിപക്ഷം ദിവസവും ഒരേ വിഷയം ഉന്നയിച്ച് സഭാ നടപടികൾ തടസ്സപ്പെടുത്തുകയാണെന്ന് കിരൺ റിജിജു കുറ്റപ്പെടുത്തി. എന്നാൽ മന്ത്രിക്ക് മറുപടിയുമായി രംഗത്തെത്തിയ മല്ലികാർജുൻ ഖാർഗെ താൻ തന്നെയാണ് സംസാരിക്കേണ്ടതെന്ന് റിജിജുവിൽ നിന്ന് പഠിക്കേണ്ടില്ലെന്നും തുറന്നടിച്ചു. ജനങ്ങളെ ബാധിക്കുന്ന വിഷയങ്ങളിൽ പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും സഭയിൽ എത്തി മറുപടി പറയണമെന്നും ഖാർഗെ ആവശ്യപ്പെട്ടു. സഭ തടസ്സപ്പെടുത്തുകയും ബഹളം രൂക്ഷമാകുകയും ചെയ്തതോടെ ഭരണ പ്രതിപക്ഷ പ്രതിരോധങ്ങളെ മറികടന്ന് സഭാധ്യക്ഷൻ ഇടപെടുവാനും പ്രതിപക്ഷ വികാരം സർക്കാരിനെ അറിയിക്കാൻ നിർദ്ദേശിക്കുവാനും നിർബന്ധിതനായത്. സഭാധ്യക്ഷന്റെ ഈ ഇടപെടലിനെ പ്രതിപക്ഷം തങ്ങളുടെ വലിയ വിജയമാണ് കണക്കാക്കുന്നത്. സഭയുടെ അധ്യക്ഷൻ ഭരണപക്ഷത്തിന്റെ മൗനത്തിനെതിരെ നൽകിയ ശക്തമായ സന്ദേശമാണ് മറ്റ് ഇന്ത്യ സഖ്യങ്ങളും വ്യക്തമാക്കുന്നു. എന്നാൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ആഭ്യന്തരമന്ത്രി അമിത് ഷായും സഭയിൽ ചർച്ചകളിൽ പങ്കാളികളാകാതെ ഒളിച്ചോടുകയാണെന്ന് പ്രതിപക്ഷത്തിന്റെ ആരോപണം. പാർലമെന്റ് കെട്ടിടത്തിലെ സ്വന്തം ഓഫീസുകളിൽ എത്തുന്നുണ്ടെങ്കിലും സഭാ നടപടികൾ നടക്കുന്ന ഹാജർ മുറിയിലേക്ക് വരാൻ മന്ത്രിമാർ ഭയക്കുന്നതെന്നും പ്രതിപക്ഷം പരിഹസിച്ചു. നീറ്റ് ക്രമക്കേട്, വിദ്യാർത്ഥി പ്രക്ഷോഭത്തിന് നേരെയുള്ള പോലീസ് അതിക്രമങ്ങൾ, മണ്ഡല പുനർനിർണയത്തെക്കുറിച്ചുള്ള ഭീതി എന്നിവയിൽ രാജ്യം മറുപടി കാത്തിരിക്കുമ്പോൾ പാർലമെന്റ് അനിശ്ചിതത്വത്തിൽ തുടരുകയാണ്. രാജ്യസഭാ ചെയർമാന്റെ ഈ അസാധാരണ നിർദ്ദേശത്തിന് ശേഷം വരും ദിവസങ്ങളിൽ അമിത് ഷാ സഭയിലെത്തി മറുപടി നൽകുമോ, അതോ ഭരണപക്ഷവും പ്രതിപക്ഷവും തമ്മിലുള്ള ഈ പോര് സഭാ നടപടികളെ പൂർണ്ണമായി സ്തംഭിപ്പിക്കുമോ? വരും ദിവസങ്ങളിൽ സഭാ നടപടികൾ ഇതിന് ഉത്തരം നൽകും.